അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. കരുണാമയനായ കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർ, വാത്സല്യ ദൈവമക്കൾ, പ്രായത്തിൽ കൂടിയവരും കുറഞ്ഞവരുമായവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. നാം ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമുക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷകരമാണല്ലോ. കർത്താവ് പിന്നെയും നമ്മെ സഹായിക്കട്ടെ. അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നതിന് ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്നും കർത്താവിനോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് ഇപ്രകാരം എല്ലാ ദിവസവും നൽകുന്ന ഈ സംഗമ സാധ്യതകൾക്കായിട്ട് സ്തോത്രം. എനിക്കറിയാം, പലരും തിരക്കുകൾക്കിടയിലാണ്. വേണമെങ്കിൽ വിശ്രമിക്കാനായിട്ട് ഈ സമയം മാറ്റിവെക്കാം. എങ്കിലും ദൈവവചനത്തോടുള്ള നിങ്ങളുടെ താല്പര്യം അത് തന്നെയാണ് ഈ നമ്മുടെ കൂട്ടായ്മ നിർത്താതെ തുടരുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതും. തുടർന്നും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിൽ പലരും ദുഃഖിതരും ക്ഷീണിതരും ഒക്കെ ഉണ്ട്. ദൈവം അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കട്ടെ. എല്ലാവരെയും, ഒരുപക്ഷെ എല്ലാവരുടെയും പേരോ അറിയില്ലെങ്കിലും മുഖം എല്ലാവരുടേതും കണ്ടിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ അധ്യായം 4 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്താവിഷയം. Hebrews 1:4-14, where we see the excellency of Jesus over the angels. ദൂതന്മാരെക്കാൾ യേശുക്രിസ്തു അതിശ്രേഷ്ഠനായിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ആ വിഷയങ്ങളിൽ നമ്മൾ പഠിച്ചു. ഈ ഒറ്റ അധ്യായത്തിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടുവെന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയായിരുന്നോ? 1, 2, 3 വാക്യങ്ങളിൽ നിന്നായിട്ട് തന്നെ നമുക്ക് ഏതാണ്ട് 10-13ഓളം കാര്യങ്ങൾ ക്രിസ്തുവിനെ പറ്റി പഠിക്കാൻ സാധിച്ചു. 4-ാമത്തെ വാക്യം മുതലും ഏകദേശമൊക്കെ അതുപോലെ തന്നെ അല്ലേ? എത്രയാ സുജി എന്തോ പറഞ്ഞല്ലോ? പറഞ്ഞായിരുന്നോ? കേട്ടില്ല. ഇങ്ങോട്ട് വരുന്നില്ല. പ്രാർത്ഥിച്ചതൊക്കെ കേട്ടായിരുന്നു, ഇപ്പൊ പറഞ്ഞതൊന്നും കേട്ടില്ല. ഈ 15, 18, 22 ഒക്കെ കിട്ടിയവരുണ്ട്. ഏതായാലും ആകട്ടെ, ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പന്നമായ ചിന്തകൾ, വെരി റിച്ച് ക്രിസ്റ്റോളജിക്കൽ തോട്ട്സ്. ജോച്ചാൻ എന്താ പറയായിരുന്നു തോന്നല്ലോ? ഇല്ല, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് അല്ല. ഓക്കെ, അൺമ്യൂട്ട് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പോ ക്രിസ്തുമയമാണ് ബൈബിൾ. മൊത്തം തന്നെ ക്രിസ്റ്റോസെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമം, വീണ്ടും അതിൽ നിന്നും എടുത്തു വരുമ്പോൾ എബ്രായ ലേഖനം, പുതിയ നിയമം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ത്രിയേക ദൈവത്തെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് അധിക പ്രാധാന്യം ഉണ്ടോ എന്ന് പോലും തോന്നത്തക്കതുപോലെ സമസ്തം ക്രിസ്തുമയമാണ്. സ്തോത്രം.
അതിൻ്റെ അർത്ഥം നമുക്ക് യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് അത്രയധികം നാം പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള 3 വാചകങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നോ ക്രൈസ്റ്റ് മോർ ക്ലിയർലി, ഫോളോ ക്രൈസ്റ്റ് മോർ നിയർലി നിയർലി ആൻഡ് ലവ് ക്രൈസ്റ്റ് മോർ ലിയർലി ഡിയർലി. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഇത്രയധികം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നാം അതേക്കുറിച്ച് അധികം പഠിക്കുന്നവരായി തീരണം. സ്തോത്രം. അധികം മനസ്സിലാക്കുന്നവരായി തീരണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം കൂടുതൽ നമ്മെ ക്രിസ്താനുരൂപ്യരാക്കി തീർക്കും. സ്തോത്രം. മോർ സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റ് will make us more like Christ. More like Christ. സ്തോത്രം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ വായിച്ചത് 6-ാമത്തെ വാക്യമായിരുന്നു. 4 തൊട്ട് 14 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് യേശുവിനെ കുറിച്ചുള്ള ദൂതന്മാരെക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ, 10-18 കാര്യങ്ങളോളം നമ്മൾ പഠിച്ചു. പിന്നീട് ഒന്നും കൂടെ അതിൻ്റെ 14-ാം വാക്യവും 13-ാം വാക്യമൊക്കെ നോക്കിയിട്ട് 4 മുതൽ നമ്മൾ യാത്ര ചെയ്തു വരികയാണ്. അങ്ങനെ നമ്മൾ 4ഉം 5ഉം കഴിഞ്ഞ് 6-ാം വാക്യത്തിലെത്തി. 6-ാം വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. ആദ്യജാതനെ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. Here we had seen the superiority of Jesus over the angels in the matter of worship. In the matter of worship. ആരാധനയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഇവിടെ പിതാവ് കൽപ്പിക്കുകയാണ്, സ്തോത്രം, സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം, കുമ്പിടേണം. അവിടെ ആരാധനയാണ് വിഷയം. സ്തോത്രം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് ദൈവം കൽപ്പിക്കുന്ന കൽപ്പനയാണ്. പുത്രനെ കുറിച്ച് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കൽപ്പനയെന്ന് നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് നമ്മൾ ശനിയാഴ്ച കണ്ടത് 2 universal commandments of God. First one with an option of obedience or an option of rejection. But the second one is a severe commandment without any option. Only thing, very strict obedience. 2 സാർവത്രിക കൽപ്പനകൾ നമ്മൾ കണ്ടു. 2 സാർവത്രിക കൽപ്പനകൾ, ദൈവം മനുഷ്യന് നൽകുന്ന 2 സർവഭൗമിക കൽപ്പനകൾ. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടത് മാനസാന്തരം എന്നായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. എല്ലാവരും
മാനസാന്തരപ്പെടണം എന്ന്. വാക്യം മൊത്തം വായിച്ചു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആ രണ്ട് പ്രയോഗം കണ്ടോ? എല്ലായിടത്തും എല്ലാവരും. സ്തോത്രം. ഇത് മനുഷ്യനെ സംബന്ധിച്ച ഏതു മനുഷ്യനായാലും സ്തോത്രം, സിവിലൈസ്ഡ് ഓർ അൺസിവിലൈസ്ഡ്, സംസ്കാരമുള്ളവരോ ബർബരന്മാരോ ആരൊക്കെ ആയാലും എല്ലാവർക്കും വേണ്ടിയുള്ള കൽപ്പനയാണ്. പക്ഷേ ഇത് പിടിച്ചു കെട്ടി മാനസാന്തരപ്പെടുത്തുന്ന പരിപാടിയില്ല. അത് ഓരോരുത്തരുടെ മനസ്സാണ്, ഇഷ്ടമാണ്. ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ വരുന്നതോ bow to the Son of God, ദൈവപുത്രന്റെ മുമ്പിൽ കുമ്പിടുക എന്നത് ഇറ്റ്സ് നോട്ട് an ഓപ്ഷൻ, ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ. സ്തോത്രം. ദൈവപുത്രനെ നമസ്കരിക്കുക എന്നതിന് വേണമെങ്കിൽ ചെയ്തു എന്നില്ല, ചെയ്തേ പറ്റൂ. സ്തോത്രം. ചെയ്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. അത് മനുഷ്യനോടുള്ള ബന്ധത്തിലും മറ്റ് സൃഷ്ടികളോടുള്ള ബന്ധത്തിലും. മറ്റ് സൃഷ്ടികളെന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളുടെ കാര്യമല്ല, മനുഷ്യരും ദൂതന്മാരും. പിന്നെ ഈ കൂട്ടരിൽ മനുഷ്യരിലും ദൂതന്മാരിലും നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലും. അങ്ങനെയാണ് സ്വർലോകരും ഭൂലോകരും അധോലോകരും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്നും യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമെന്നും പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങും എന്ന് നാം ഫിലിപ്പി ലേഖനത്തിൽ അതുകൊണ്ടാണ് വായിക്കുന്നത്. അതേ കാര്യം തന്നെ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ റോമാലേഖനത്തിൽ നിന്നും കൂടെ നോക്കാം. റോമർ 14:10-11. റോമൻസ് 14:10-11. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. It's a quote from Isaiah 45:22. യെശയ്യാ 45:22 മുതൽക്കുള്ള ഭാഗങ്ങളാണ് പൗലോസ് ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. സ്തോത്രം. ഇത് തന്നെയാണ് പൗലോസ് സ്വന്തമായിട്ടും ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇവിടെ യഹോവയായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടും ഒന്ന് പിതാവിനോടുള്ള ബന്ധത്തിലും ഫിലിപ്പി ലേഖനത്തിലേത് പുത്രനോടുള്ള ബന്ധത്തിലുമാണ്. എന്നാൽ കാര്യം ഒന്ന് തന്നെ. സ്തോത്രം. സകലരും കർത്താവിനെ നമസ്കരിക്കുക. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ക്വസ്റ്റ്യൻ whether somebody will acknowledge the lordship of Jesus or not. It is quite a severest commandment that all should bow and all should confess. That will happen. But the question is whether that confession and bowing will save us or not. ആവർത്തനമാണ്, എങ്കിലും ആവർത്തിക്കുന്നു.
യേശുവിൻ്റെ മുമ്പിൽ ഒരുവൻ മുട്ടുമടക്കുമോ ഇല്ലയോ, യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. ഇത് രണ്ടും സംഭവിച്ചിരിക്കും. പക്ഷേ ചോദ്യം, പ്രസക്തമായ ചോദ്യം, അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ വണങ്ങുന്നത് കൊണ്ടും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് കൊണ്ടും ഒരുവന് രക്ഷിക്കപ്പെടാൻ പറ്റുമോ, രക്ഷ പ്രാപിക്കുവാൻ പറ്റുമോ, അതോ ഇതും ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയുള്ളോ എന്നുള്ളതാണ്. ഈ ആരാധനയുടെ യോഗ്യത ദൂതന്മാരിൽ ആർക്കുമില്ല. നമുക്ക് ഓർമ്മയുണ്ട്, അധിക നാളായിട്ടില്ല വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ച് നിർത്തിയിട്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പാടുകളൊക്കെ കാണിച്ച അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത ദൂതനോടൊരു ആരാധന തോന്നി ഒന്ന് കുമ്പിട്ട കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോഴത്തേക്കിനും ദൂതൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട വിശുദ്ധനാകട്ടെ, അല്ല മറ്റൊരു ദൂതനാകട്ടെ, അതാരും ആകട്ടെ, ദൂതൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ദൂതൻ യോഹന്നാനോട് പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എന്നെ നമസ്കരിക്കരുത്, ആ, ഞാൻ എൻ്റെ സഹപ്രത്യനത്തെ. അതെ, ദൈവത്തെ നമസ്കരിക്കുക. ഞാൻ ഒരു ദൂതൻ നിന്നെപ്പോലെ, പക്ഷെ നമസ്കാരം, ആരാധന, കുമ്പിടിയിൽ വണക്കം, അതിന് യോഗ്യൻ ദൈവം മാത്രമാണ്. സ്തോത്രം. So again, this verse number 6 is a proof of Jesus' divinity. യേശുവിൻ്റെ ദൈവത്വത്തിന് വീണ്ടും ഒരു പൊൻതൂവലാണ് ഈ 6-ാം വാക്യം. God the Father himself declares, Jesus, my son, is worthy of worship. പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു വിളംബരമാണിവിടെ. എൻ്റെ പുത്രൻ യേശു ക്രിസ്തു ആരാധ്യൻ ആണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്തോത്രം. എന്നെയല്ലാതെ മറ്റാരെയും മറ്റൊന്നിനെയും നമസ്കരിക്കരുതെന്ന് കൽപ്പിച്ച അതേ ദൈവം ഇവിടെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു, എൻ്റെ പുത്രനെ നമസ്കരിക്കുക. സ്തോത്രം. ആരാധിക്കുക. സ്തോത്രം. ഇവിടെ ആരാധന കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. സ്തോത്രം. ആരാധന കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നു. സ്തോത്രം. മറ്റാർക്കും ഈ ആരാധന സ്വീകരിക്കുവാൻ അനുവാദമില്ല. സ്തോത്രം. സങ്കീർത്തനം 97:7 നമ്മൾ ആ ഭാഗങ്ങൾ ചിലതൊക്കെ നോക്കിയതാണ്, എങ്കിലും സാംസ് 97:7. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. സ്തോത്രം. ഡ്യൂട്ടറോണോമി 32:43, ആവർത്തനം 32:43 കൂടെ. ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തൻ്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തൻ്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. 32:43 ആണല്ലോ അല്ലേ? നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്
എബ്രായ ഭാഷയിൽ നിന്നുള്ള വിവർത്തനമാണ്. പൗലോസ് അപ്പോസ്തലൻ, പുതിയ നിയമ എഴുത്തുകാർ പൊതുവെ, പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചത് സെപ്റ്റ്വജിന്റ് ട്രാൻസ്ലേഷനാണ്, ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. അതുകൊണ്ടാണ് ചില പഴയ നിയമ ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചപ്പോൾ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടത്. പല വാക്യങ്ങളിലും നമുക്കങ്ങനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് പൗലോസ് ഉപയോഗിക്കുന്നത്, പൗലോസ് ഗ്രീക്ക് ബൈബിളാണ്, സെപ്റ്റ്വജിന്റ്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. സ്തോത്രം. അപ്പം സകല ദേവന്മാരും, ആ ദേവന്മാരിൽ അവൻ്റെ ദൈവത്തിൻ്റെ സകല ശത്രുക്കളും ഉൾപ്പെടുന്നു. പാതാളവാസികളെല്ലാം ഉൾപ്പെടുന്നു, നരകവാസികളെല്ലാം ഉൾപ്പെടുന്നു. സ്തോത്രം. അപ്പം സകല ദൂതന്മാരും യേശുവിനെ നമസ്കരിക്കണമെന്നുള്ളത് ഈ വിധ വാക്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരാധനയുടെ ഭാഗമാണ്. സ്തോത്രം. യേശു ആരാധ്യൻ. ജീസസ് ഈസ് വർതി ഓഫ് വർഷിപ്പ് and therefore he is superior to the angels. Superior to the angels. സ്തോത്രം. നാം ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പനകൾ നൽകിയ അതേ ദൈവം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നിങ്ങൾ നമസ്കരിക്കരുത്, ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമകൾ, വിഗ്രഹങ്ങൾ അരുത്, അവയെ കുമ്പിടരുത്, നമസ്കരിക്കരുത് എന്നൊക്കെ കൽപ്പന കൊടുത്ത അതേ ദൈവമാണ് ഇവിടെ ദൂതന്മാരോട് വിളിച്ചു പറയുന്നത്. എൻ്റെ മകൻ വരുന്നുണ്ട്, സ്തോത്രം, അവനെ എന്ത് ചെയ്തോണം? കുമ്പിട്ടുകൊള്ളണം. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. യെശയ്യാ 42:8, Isaiah 42:8, a very strict divine law regarding worship. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ആരാധനയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ്. എൻ്റെ സ്തുതി, എൻ്റെ മഹത്വം, അത് ദൈവത്തിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്വവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ആരാധനയാണ്. കർത്താവ് ഇവിടെ പറയുന്നു, അത് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരു വിഗ്രഹത്തിനും അത് വിട്ടുകൊടുക്കില്ല. അതേ ദൈവം തന്നെയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നത്, ആദ്യജാതനെ കുമ്പിടണം. സ്തോത്രം. ആര്? ദൂതന്മാരും. നമ്മൾ കണ്ടു, വിശുദ്ധ ദൂതന്മാരും വീണുപോയ ദൂതന്മാരും ഒരുപോലെ അവനെ നമസ്കരിച്ചേ പറ്റൂ. സകല സൃഷ്ടികളും യേശുവിനെ നമസ്കരിച്ചേ പറ്റുകയുള്ളൂ. സ്തോത്രം. ആ ചിത്രം എപ്പോഴാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്? ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. സ്തോത്രം. നമുക്കത്
കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാ, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എബ്രായ ലേഖന പഠനത്തിലല്ലായിരുന്നെന്ന് മാത്രം, വെളിപ്പാട് പഠനത്തിൽ നമ്മളത് കണ്ടതാ. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം, 5:11 റെവലേഷൻ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉം ആയിരുന്നു. എന്താ അവർ ചെയ്തത്? അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അടുത്തത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. The most universal scene of worship of the Lamb of God, ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശുവിൻ്റെ ഏറ്റവും സാർവത്രികമായ ആരാധനയുടെ മനോഹര ദൃശ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളത് ഈ വെളിപ്പാട് 5-ാം അധ്യായം പഠിച്ചതുകൊണ്ട് ഞാൻ അവിടെ അധിക സമയം നിൽക്കുന്നില്ല. സ്തോത്രം. നമ്മൾ അവിടെ അന്ന് ആരാധനയുടെ പല ഘട്ടങ്ങൾ കണ്ടിരുന്നല്ലോ. സ്തോത്രം. നാം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽക്ക് ഇങ്ങോട്ട് കാണുന്നുണ്ട്. 4 ജീവികൾ, 4 creatures, we have seen them as cherubims from chapter 4. 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ് 4 ജീവികൾ, അവർ കെരൂബുകളാകാം. പിന്നെ 24 elders, 24 മൂപ്പന്മാർ. ഏറ്റവും സരളമായ അർത്ഥത്തിൽ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾ, പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാർ. അപ്പോൾ പഴയ പുതിയ നിയമവിശുദ്ധന്മാരുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് നമ്മൾ അവരെ കണ്ടത്. വേറെ പല വ്യാഖ്യാനങ്ങളും അതിലുണ്ട്, എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പറഞ്ഞ് നമ്മൾ അങ്ങ് വിടുന്നു. അപ്പം 4 ജീവികൾ, 24 മൂപ്പന്മാർ. സ്തോത്രം. 24 മൂപ്പന്മാർ. അത് കഴിഞ്ഞിട്ടാണ് നാം ഇങ്ങോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ കണ്ടത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടെയാണ്. സ്തോത്രം. യോഹന്നാൻ ദർശനത്തിൽ കാണുകയാണ്, സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. എത്ര പേരുണ്ടായിരുന്നു? 10,000 10,000-ഉം 1000 1000-ഉം. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മളെ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടതാണല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. ഇന്യൂമറബിൾ എന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. അസംഖ്യം ദൂതന്മാർ. സ്തോത്രം. ഇവരെല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുകയാ? കുഞ്ഞാടിനെ വണങ്ങി നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായർ 1:6 വെളിപ്പാട് 5:11 നിവർത്തിക്കപ്പെടുന്നു. സ്തോത്രം. അവിടെ നാം കാണുന്നു, സ്തോത്രം, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ അഥവാ സ്വീകരിപ്പാൻ യോഗ്യൻ. അതങ്ങോട്ട് കഴിയുമ്പോൾ നാം കാണുന്നത് the entire creation, സകല സൃഷ്ടികളും ഒരുമിച്ച് അവനെ കുമ്പിടുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നമുക്കും എത്ര നയനമനോഹരമായ കാഴ്ചയാണത്. സ്തോത്രം. നമ്മുടെ കർത്താവിനെ
സകലരും കുമ്പിടുന്നു. ശക്തന്മാരായ ദൂതന്മാർ ഉൾപ്പെടെ, വീണുപോയ ദുഷ്ടദൂതന്മാരുൾപ്പെടെ സകലരും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്നു. സ്തോത്രം. ആ കാഴ്ച തന്നെ നമ്മെ ആരാധനയിലേക്ക് നയിക്കും നിത്യതയിൽ. സ്തോത്രം. അപ്പോൾ ഇവിടെയാണ് ആരാധന കൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാധന കൊണ്ട്. സ്തോത്രം. അപ്പം വേറെ കുറെ വാക്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുമിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ ഇതാണ് മനുഷ്യരും ദൂതന്മാരും പിശാചുക്കളും യേശുവിനെ ആരാധിക്കും. സ്തോത്രം. ആരാധിക്കും. നമ്മൾ അവനെ ആരാധിക്കുന്നത് സ്വന്തം മക്കൾ അല്ലെങ്കിൽ സ്വന്തക്കാരെന്ന നിലയിലാണ്. സ്തോത്രം. ഏറെ സന്തോഷത്തോടെ, പ്രൈസ് ഗാഡ്, ഏറെ അടുപ്പത്തോടെ, സ്നേഹത്തോടെ. ആ സ്നേഹവും അടുപ്പവും സ്വന്തം എന്ന നിലയും ഒന്നും നമ്മുടെ കർത്താവിനോടുള്ള ആരാധനയും ബഹുമാനവും കുറച്ചു കളയുന്നില്ല. സ്തോത്രം. നമ്മൾ ഒരുതരം അഹങ്കാരത്തോടെ ആയിരിക്കും കർത്താവിനെ ആരാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കിക്കോണേ. സ്തോത്രം. നമ്മുടെ സ്വന്തമാണ് അവനെന്ന നിലയിൽ. സ്തോത്രം. അപ്പോൾ ആരാധനയിൽ അവരൊക്കെ പാടുന്നത് എന്തുവാ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്. 9-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കു വാങ്ങി. 10 കൂടെ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. കണ്ടോ? അവര് യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചും ക്രൂശിലെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ പാടുന്നെങ്കിലും അവർ പാടുന്നത് 10-ാം വാക്യത്തിൽ വ്യക്തതയോടെ പറയുന്നത് കേട്ടോ, അവരെ വിലയ്ക്ക് വാങ്ങി, അവർ വാഴുന്നു. എന്നാൽ നമ്മളോ ആ അവരെ എന്നുള്ളതിന് പകരം ഞങ്ങളെ, സ്തോത്രം, എന്നെ എന്ന് പാടും. സ്തോത്രം. അവർക്കത് പാടാൻ പറ്റില്ല. അവർക്കത് പാടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് എനിക്കൊരു വാർത്ത അയച്ചു തന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ ഇപ്പോഴും കുറേ യഹൂദന്മാർ താമസിക്കുന്നുണ്ട്. പണ്ട് ഇവിടെ വന്നവരാ. എപ്പോഴാ? പുതിയ നിയമകാലത്ത് ഇസ്രായേൽ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ വഴിക്ക് ഇവിടെ ഇന്ത്യയിൽ വന്നവരാ. അവരിൽ കുറച്ചുപേർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. അവരെയും കൂടെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇസ്രായേൽ പാർലമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആ ആളിന് തമാശയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, എന്താ നമുക്കും കൂടെ പോയാലോ എന്ന്. അപ്പോൾ പറഞ്ഞു, നമ്മളെ സ്വീകരിക്കത്തില്ലല്ലോ.
നമ്മളെ അവർ കൈക്കൊള്ളത്തില്ലല്ലോ. എന്നിട്ടും എന്നോട് ആ സുഹൃത്ത് ചോദിച്ചു, അല്ല, ഇനിയിപ്പം നമ്മളെ അങ്ങ് ഇസ്രയേൽ അങ്ങ് ദത്തെടുത്താൽ ഏത് ഗോത്രക്കാരനായിരിക്കാനാ ഇഷ്ടം? ഏത് ഗോത്രക്കാരനായിരിക്കാനാ? ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമൊക്കെ എഴുതി. എൻ്റെ ഒരു ആത്മീയ സുഹൃത്തെന്ന് പറഞ്ഞാലും ഒരു ക്രിസ്തുവിൽ ഞങ്ങളൊരു മോളാകട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മോളെ നിനക്കെന്താ താല്പര്യം? അപ്പോൾ പറഞ്ഞു, പെണ്ണല്ലേ, അതുകൊണ്ട് പറഞ്ഞു എനിക്ക് യഹൂദ ഗോത്രത്തിൽ ആകാനാണ് താല്പര്യം. ഇനിയല്ല വേറെ ഏതൊരു ഗോത്രത്തിലാണെങ്കിലും എൻ്റെ കല്യാണം യഹൂദ ഗോത്രത്തിൽ നടന്നാൽ മതിയെന്ന് എനിക്ക് ആഗ്രഹം. ഇപ്പൊ നമുക്ക് മാറി നിന്ന് യഹൂദനെ കുറിച്ച് പറയാനേ പറ്റൂ. നമ്മളാരും യഹൂദരല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ പേഴ്സണൽ വായനയിൽ എസ്ര നെഹമ്യാവൊക്കെയാണ് വായിച്ചു വരുന്നത്. അപ്പോൾ നെഹമ്യാവിൽ വായിച്ചപ്പോൾ ഞാൻ കണ്ടു, വംശാവലി പ്രകാരം ചിലർക്ക് തങ്ങളുടെ ഇസ്രായേലിയ പൗരത്വം തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് പൗരോഹിത്യത്തിൽ നിന്ന് അവരെ മാറ്റി വിശുദ്ധ വസ്തുക്കളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. ഇസ്രായേലിയരായിരിക്കാം അവർ, പക്ഷേ പൗരത്വ രേഖകളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതിനാ നമ്മുടെ പുതിയ നിയമത്തിൽ വരെ വംശാവലി കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്കത് വായിക്കുമ്പം ബോറിങ് തോന്നും, പക്ഷേ ഒരു യഹൂദനെ സംബന്ധിച്ച് വംശാവലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. പഴയ നിയമത്തിലും പല പുസ്തകങ്ങളിലും നമ്മൾ വംശാവലി, അതുകൊണ്ടാണ് നീണ്ട വംശാവലിയൊക്കെ കാണുന്നത്. പഴയ നിയമത്തിൽ അത് ആവശ്യമാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് അത് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വംശാവലിയുടെയൊക്കെ കാര്യം പ്രസംഗിക്കുന്നതിനകത്തും സഭയ്ക്കകത്തും അതൊന്നും പറഞ്ഞ് നിങ്ങൾ ഗോത്രമൊന്നും പറഞ്ഞ് കോളർ പിടിക്കാൻ പോകണ്ട എന്ന അതിൻ്റെ അർത്ഥം. പറഞ്ഞു വന്നത്, നമുക്ക് ഇസ്രായേലിയരെ പുറത്തു നിന്ന് നോക്കിക്കാണാനും അവരെക്കുറിച്ച് പലതും പറയാനുമേ പറ്റൂ. ഇതുപോലെ ദൂതന്മാർക്ക് പാടാമെങ്കിലും അവർ പാടുന്നത് നീ അറുക്കപ്പെട്ടിട്ട് നിന്റെ രക്തം കൊണ്ട് അവരെ എന്ന് വെച്ചാൽ നമ്മളെ മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിന. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളവിടെ പാടുന്നത് എന്നെ, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന. അതുകൊണ്ട് ആ ഭക്തൻ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ എന്ന പാട്ടിൻ്റെ അവസാനത്തെ സ്റ്റാൻസായിൽ പാടിയത്, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. അതെന്താണ് ആ കാൽവറി? എന്താണ് ആ വീണ്ടെടുപ്പിൻ്റെ ഗാനം? കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ ഗാനമേ. സ്തോത്രം. ദൂതന്മാർക്ക് സ്തോത്രം. അതേ, നീ അറുക്കപ്പെട്ടിട്ട് അവരെ വിലയ്ക്ക് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് കുമ്പിടാനോ നമസ്കരിക്കാനോ ഒക്കെ പറ്റൂ. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. ദൂതന്മാർക്കത് പാടാൻ പറ്റില്ല. ദൈവസ്നേഹത്തിൻ്റെ ആ പാട്ട് ദൂതന്മാർക്ക് പാടാൻ കഴിയില്ല. നമ്മൾ പാടുന്നത് നോക്കി കൊതിച്ച് അവിടെ നിൽക്കുകയേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ഇന്നും നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവിയിലാണ്. ശ്രേഷ്ഠമായ പദവിയിലാണ്. സ്തോത്രം. എങ്ങനെ? നാമും ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലാണ്. നാമും ദൈവത്തിൻ്റെ സ്നേഹപാത്രങ്ങളാണ്. ദൂതന്മാർ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലല്ല. അതുപോലെ സ്തോത്രം, ദൂതന്മാർ ദൈവത്തിൻ്റെ സ്നേഹപാത്രങ്ങളും
അല്ല, അല്ല. സ്തോത്രം. അപ്പോൾ ആരാധന കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു ദൂതന്മാരെക്കാൾ ഒത്തിരി ഒത്തിരി ശ്രേഷ്ഠനായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിനെ മക്കളെന്ന നിലയിൽ ആരാധിപ്പാൻ നമുക്കും യേശുവിൻ്റെ രക്തം കൊണ്ട് സാധിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ പാസ്റ്ററെ? ചോദിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 5:10 ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അത് ഇംഗ്ലീഷിൽ ആൻഡ് ഹാസ് മെയ്ഡ് അസ് അൺ ടു അവർ ഗോഡ് ആൻഡ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ് ആൻഡ് വി ഷാൽ റെയിൻ ഓൺ എർത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ തെറ്റായിരിക്കുമോ? ഏത് ട്രാൻസ്ലേഷൻ അത്? KJV ആണ്. ഓ, ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ഒന്ന് നോക്കേണ്ടി വരും, എങ്കിലേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റ് ട്രാൻസ്ലേഷൻസിൽ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? മറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഉള്ളവരുണ്ടായിരിക്കുമല്ലോ, ഒന്ന് നോക്കാമോ? ഇവിടെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതും അവരെ എന്ന് തന്നെയാണ്. ഓട്ടോസ് എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദം എന്നാണ്. അതുപോലെ ബെസിലോയ്സോസിൻ എന്ന പദം ദേ വിൽ റെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പാസ്റ്ററെ, NIV-യില് കൊടുത്തേക്കുന്നത് you have made them to be a kingdom and priests to serve our God and they will reign on the earth. Yeah, that is the best translation as per the Greek. ഉള്ളത് and you have made them a kingdom and priests to our God and they shall reign on the earth. യാ അപ്പം അതിലെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഗ്രീക്കിൽ ഞാനിപ്പം ഗ്രീക്ക് എടുത്ത് നോക്കിയതു, ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതും ദേ എന്നും ദം എന്നും തന്നെയാണ്. മലയാളത്തിലെ ട്രാൻസ്ലേഷനാണ് അതിൽ ശരിയായിട്ടുള്ളത്. അവരെ വിലയ്ക്ക് വാങ്ങിയെന്നും അവർ വാഴുന്നു, അല്ലെങ്കിൽ അവർ വാഴും എന്ന നിലയിലാണ്. ദേ വിൽ റെയിൻ അപ്പോൺ ദ എർത്ത് എന്നാണ് ഉള്ളത്. കാരണം ദൂതന്മാർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ദൂതന്മാരെ വീണ്ടെടുത്തിട്ടില്ല. ദൂതന്മാരെ വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിന് പദ്ധതിയും ഇല്ലായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ ക്ലാസ്സിലും കണ്ടല്ലോ. അപ്പോൾ ഈ ട്രാൻസ്ലേഷനാണ് ശരി. അവരെ എന്നും അവർ എന്നും ഉള്ളത് തന്നെയാണ്. മൂലഭാഷയുമായിട്ട് താദാത്മ്യപ്പെടുന്നത് അത് തന്നെയാണ്. ദൂതന്മാർക്ക് വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടാൻ തങ്ങളുമായുള്ള ബന്ധത്തിൽ സാധ്യമല്ല. പിതാവായ ദൈവം സൃഷ്ടി ചെയ്തു എന്ന് പാടുന്നത് പോലെ പുത്രൻ വീണ്ടെടുത്തു എന്നും നീ അറുക്കപ്പെട്ടു എന്നും ഒക്കെ പാടാൻ പറ്റും. പക്ഷെ അത് വ്യക്തിജീവിതത്തിൽ ഒന്ന്
ഇണക്കി ചേർത്തുകൊണ്ട് പാടാൻ ദൂതന്മാരിൽ ആർക്കും കഴിയില്ല. നമുക്കേ അത് സാധ്യമാകൂ. സ്നേഹത്തിൻ്റെ വിഷയത്തിലും പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ വിഷയത്തിലും. വിശുദ്ധ ദൂതന്മാർക്ക് വീണ്ടെടുപ്പിൻ്റെ ആവശ്യം ഇല്ല. വീണുപോയ ദൂതന്മാർക്ക് വീണ്ടെടുപ്പിൻ്റെ സാധ്യതയുമില്ല. അതുകൊണ്ട് ആ രണ്ടു കൂട്ടർക്കും അത് ആപ്ലിക്കബിൾ അല്ല. അത് അവരുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ പാപത്തിൽ വീണവരും നമ്മൾ, വീണ്ടെടുപ്പ് ആവശ്യമുള്ളവരും നമ്മൾ, വീണ്ടെടുപ്പിന് സാധ്യത ഉള്ളവരും മനുഷ്യരിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് നമുക്ക് മാത്രമേ പാടാൻ പറ്റുകയുള്ളൂ. മറ്റെന്തെങ്കിലും? ശരി, നമുക്ക് 6-ാം വാക്യം ഇന്നുകൊണ്ട് നിർത്താം. അവിടെ പറയുന്ന മറ്റൊരു സംഗതി എന്താണ്? 1:6 എബ്രായർ 1:6 ഒന്നും കൂടെ വായിച്ചാട്ടെ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. അവിടെയും ചിലർ അഭിപ്രായപ്പെടുന്നത് ആദ്യജാതനെ പിന്നെയും എന്ന് കൊടുത്തിരിക്കുന്നത് 2-ാം വരവുമായി ബന്ധപ്പെട്ടതാണെന്ന്. എന്നാൽ ചിലർ അത് അംഗീകരിക്കുന്നില്ല. എന്നാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്, 2-ാം വരവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന്. കാരണം പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ചിലർ അതിന് അഭിപ്രായപ്പെടുന്നുണ്ട്, ഇല്ല, ഇറ്റ്സ് അബൌട്ട് ദി എക്സോൾട്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി എക്സോൾട്ടേഷൻ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദയർ ദാറ്റ് ഇൻ ടു ദ വേൾഡ്, ലോകത്തിലേക്ക് അഥവാ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണവുമല്ല ഇവിടുത്തെ വിഷയം. സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിലാണ്, സ്തോത്രം, ഈ കാര്യം നിയമിക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം വരവിലാണ്, സ്തോത്രം. പിന്നെ ആദ്യജാതൻ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 2 പ്രയോഗങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു ആദ്യജാതനെന്നും ഏകജാതനെന്നും. ഇപ്പോഴും യേശുക്രിസ്തു ഇത് രണ്ടുമാണ്, ഏകജാതനുമാണ് ആദ്യജാതനുമാണ്, സ്തോത്രം. നേരത്തെയും ക്രിസ്തു അങ്ങനെ തന്നെ ആയിരുന്നു. ആദ്യജാതൻ എന്ന നിലയിൽ 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, യേശു ദൈവത്തിൻ്റെ ആദ്യജാതൻ. മറ്റൊന്ന്, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ യേശു ആദ്യജാതൻ. ഇങ്ങനെ 2 പ്രയോഗങ്ങൾ ആദ്യജാതൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് അഡ്രസ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് the Adyajadan, firstborn, in 2 ways. One, in a general way, Christ is the firstborn of God. And in a specific way, it is written that Jesus is the firstborn among the dead. മരിച്ചവരിൽ ആദ്യജാതനെന്നോ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതനെന്നോ ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊലോസ് ലേഖനം 1:15 വാക്യം, 1:15 കൊലോഷ്യൻസ്.
സർവ സൃഷ്ടിക്കും ആദ്യജാതൻ. സർവ സൃഷ്ടിക്കും യേശു ആദ്യജാതനായിരിക്കുന്നു. സ്തോത്രം. ഇനിയും 18 വാക്യവും കൂടെ, 18. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അപ്പോൾ പൗലോസ് ഈ കൊലോസ്യർ 1 അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ ഈ 2 രീതിയിലും പരിചയപ്പെടുത്തിയിരിക്കുന്നു. 15 വാക്യത്തിൽ സകല സൃഷ്ടിക്കും ആദ്യജാതനെന്നും 18 വാക്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനെന്നും. വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ 1 അധ്യായത്തിൽ നിന്ന് കണ്ട കാര്യമാണ്. മരിച്ചവരിൽ ആദ്യജാതൻ. 5 വാക്യത്തിൽ മരിച്ചവരിൽ ആദ്യജാതൻ. അർത്ഥം ഇത് തന്നെയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതൻ എന്നർത്ഥം. സ്തോത്രം. പ്രോട്ടോടോക്കോസ്, പ്രോട്ടോടോക്കോസ്, ആദ്യജാതൻ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ പറഞ്ഞങ്ങ് വിടുന്നു. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്തല്ല എന്ന് നമ്മൾ കണ്ടു. ദിസ് ഫസ്റ്റ് ബോൺ, വെദർ ഇറ്റ് ഈസ് about the firstborn of all the creatures or creations, or from the dead, that doesn't mean the time, but the position. It's not speaking about the time of Jesus being or birth or creation or something like that. It has nothing to do with the time, but it is in relation with the position, the status. ആദ്യജാതൻ എന്നത് സമയവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമല്ല. നമ്മളെ സംബന്ധിച്ചാകും. നമുക്കിപ്പോൾ 2 മക്കളുണ്ടെങ്കിൽ പറയും, ഇവൻ എൻ്റെ ഫസ്റ്റ് ബോണാ. അത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാ. പക്ഷെ മശിഹയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്തോത്രം. ഇറ്റ്സ് എ മെസ്സിയാനിക് ടൈറ്റിൽ. സോ ഇറ്റ് ഈസ് അബൌട്ട് ദ സ്റ്റാറ്റസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. സ്തോത്രം. ഇത് പറയുന്നത്. അപ്പം ഇറ്റ്സ് അബൌട്ട് ഹിസ് സോവറിറ്റി. തൻ്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. എല്ലാവരെക്കാളും പ്രധാനി എന്ന അർത്ഥത്തിലാണ്. ഈവൻ നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ആദ്യജാതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ യേശു ആണോ ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേറ്റത്? അല്ല. യേശുവിന് മുമ്പേ ഉയർത്തിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ ഉയർപ്പിച്ച 3 പേരുൾപ്പെടെ 8 പേർ ദ്രവത്വ ശരീരത്തിൽ ഉയർത്തിട്ടുള്ളതായി നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. സ്തോത്രം. കൂടാതെ തേജസ്സിന്റെ ശരീരത്തിലേക്കും ഉയർത്തവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ അങ്ങേ ആഴ്ചയോ കണ്ടിരുന്നു. ഒരുപക്ഷെ മോശ ഉയർത്തിട്ടുണ്ടാകാം. ഹാനോക്കും ഏലിയാവും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പേ തേജസ്സിലേക്കും ദ്രവത്വ ശരീരത്തിലേക്കും ഉയർത്തെഴുന്നേറ്റ മറ്റു പലരുമുണ്ട്. എന്നാലും യേശുവിനെ വിളിക്കുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ. അത് യേശു ഉയർത്തെഴുന്നേറ്റ സമയത്തെക്കുറിച്ചല്ല. ആയിരുന്നെങ്കിൽ ഇവരെക്കാളൊക്കെ ആദ്യം യേശു ആയിരുന്നു ഉയർക്കേണ്ടിയിരുന്നത്.
അതിനു മുമ്പ് ആരും ഉയർക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റവരിൽ ഏറ്റവും പ്രധാനി, സ്തോത്രം, ഉയർത്തെഴുന്നേറ്റവരിൽ ഏറ്റവും അഗ്രഗണ്യൻ യേശു എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. അതിന് കാരണം റോമാലേഖനം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 10-ഉം 11-ഉം വാക്യം വായിച്ചു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. സ്തോത്രം. ഇനി മോശ ഉയർത്തു എന്ന് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാലും മോശ തുടങ്ങി ആരും ഉയർത്തെഴുന്നേറ്റതിനാൽ അവർക്ക് കർത്താവാകുന്നതിന് അനുവാദമില്ല. ന്യായവിധിയുടെ അധികാരവും നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിക്കുവാൻ അധികാരം പ്രാപിച്ചുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ഒന്നാം സ്ഥാനീയൻ യേശുവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ സമയത്തിൻ്റെ ക്രമമനുസരിച്ച് ഒന്നാമനെന്നല്ല. അതുകൊണ്ട് യേശുവിനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നത് യേശു സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ കാര്യമല്ല. യേശു ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ സഹായകമായ ഭാഗവുമല്ല മറ്റ് പല മതവിഭാഗങ്ങളും ക്രൈസ്തവർക്കിടയിലെ കൾട്ടിക് ഗ്രൂപ്പുകളുമൊക്കെ ചെയ്യുന്നത് പോലെ. അവർക്ക് വെറുതെ പറയാമെന്നേ ഉള്ളൂ. വേദപുസ്തക വ്യാഖ്യാനം അനുസരിച്ച് അവർക്കത് തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ഈ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത് യേശു ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഓക്കെ, ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന നിലയിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലെന്നാണ് എൻ്റെ ഓർമ്മ. യേശു ആരാധ്യൻ എന്ന നിലയിലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൈവത്വത്തിൻ്റെ വിഷയം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ കർത്താവായ യേശുവിൻ്റെ തേജസ്സിലെ പ്രത്യക്ഷതയിൽ കൊലോസ്യർ 3:4 നമ്മൾ വായിക്കുന്നു, നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ പ്രത്യാശയോടെ ഈ കർത്താവിനെ പിൻപറ്റി നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.